മാത്രം പൗരത്വം നൽകാൻ കഴിയില്ല എന്നുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് RSS നിയമം കൊണ്ടുവരുമ്പോൾ 2019 ആസാമിലെ NRCയും CAA നടപ്പിലാക്കുമ്പോൾ 40 ലക്ഷത്തോളം വരുന്ന ഇന്ത്യ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം നഷ്ടപ്പെട്ട് അതിൽ 30 ലക്ഷത്തോളം വരുന്നവർ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളായിരുന്നു. ആ ഇന്ത്യ രാജ്യത്തെ 30 ലക്ഷത്തോളം വരുന്ന ഹിന്ദുക്കളെയും തിരിച്ചുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ വീണ്ടും 10 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ വീണ്ടും പുറത്തു പോകുന്നു. ഇതൊരു പ്രത്യേക സമുദായത്തിന്റെ പ്രശ്നമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രശ്നമല്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നോമ്പെടുത്തുകൊണ്ട് വിശ്വാസികളായ ആളുകൾ പ്രതിഷേധം നടത്തുമ്പോൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ മതമുള്ളവനും മതമില്ലാത്തവരും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ തെരുവുകളിൽ പ്രതിഷേധം നടത്തുന്നത് ഇവിടെ കേവലം ഒരു സമുദായത്തിന്റെ മാത്രം പ്രശ്നമായതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയെ അനുദിനം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു MP പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന തിരുത്തണമെന്ന് നമുക്ക് 400 MP വേണം, അത് ഇന്ത്യയുടെ പാർലമെന്റില് നമുക്ക് വലിയ ഭൂരിപക്ഷം വേണം. പക്ഷേ ഇന്ത്യയുടെ രാജ്യസഭയില് നമുക്ക് ഭൂരിപക്ഷമില്ല. അങ്ങനെ ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഭരണഘടനയെ നമുക്ക് തിരുത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് CAA ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ യൂണിഫോം കൊണ്ടുവരുന്നു. ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കള്ളപ്പണം ഇടപാട് നടത്തി ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ആസന്നമായി ഘട്ടത്തിൽ ഒരു വിഭാഗം വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രകടന പത്രിക നടപ്പിലാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിഷേധം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ചില RSSകാർ വിചാരിക്കുന്നുണ്ട് ഞങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ച് ഞങ്ങളുടെ ഭൂമികൾ സമ്പാദിച്ച് ഇവിടുത്തെ വസ്തുവകൾ ഞങ്ങൾക്ക് ഇതാ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സന്തോഷവാനായിരിക്കുന്ന RSSകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 2009 ജൂൺ മാസം 21-ാം തീയതി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ടത് ഏതെങ്കിലും അധികാരത്തിന്റെ കസേരകളിൽ കയറിയിരിക്കാമെന്നുള്ള യാതൊന്നുമല്ല, ഏതെങ്കിലും കൊടിവെച്ചുകാരന് സഞ്ചരിക്കാമെന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തെ അട്ടിമറിച്ച് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന RSSന്റെ അടിമകൾക്ക് വന്നുകൊണ്ടിരിക്കാനെന്ന് നിങ്ങളോട് വിശ്വാസം. അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ വന്ന് ഒരു ജനവിഭാഗത്തെ അട്ടിമറിക്കാനാണ് ഈ രാജ്യത്തെ ഫാസിസം, ഈ രാജ്യത്തെ RSS മുന്നിൽ കാണുന്നതെങ്കിൽ ആ ഇടപാട് ആ നിയമം കൈവച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനായി ഞങ്ങളുടെ വീടുമുറ്റത്തേക്ക് കടന്നു വരാനാണ് മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെയാണ് അസമിലടക്കമെന്നത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കി ഈ രാജ്യത്ത് RSS മുന്നോട്ട് വന്നപ്പോൾ അസമില് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മുഖ്യമന്ത്രിമാരും വിവിധ രാജ്യത്തെ നിയമമന്ത്രിമാരുടെ അടക്കമുള്ള ആളുകൾ അടിത്തറ സ്ഥലത്തുകൂടി ഒളിച്ചോടുന്ന സാഹചര്യം ഈ രാജ്യത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ നിയമം പിൻവലിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ അട്ടിമറിച്ചിട്ടുള്ള ഈ നിയമത്തെ ഈ രാജ്യത്തിന്റെ ഭരണകൂടം നിർത്തിവെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നിറം വേണമെന്ന് രാഷ്ട്രീയ ആശയത്തെ വേണമെന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുപോലെ ജനാധിപത്യത്തിന്റെ പുറത്തേൽ നിന്നുകൊണ്ട് പോരടിച്ചുകൊണ്ട്